ഹലോ നമസ്കാരം. ചില ദിവസങ്ങൾ അങ്ങനെയാണ് കേട്ടോ, നല്ല തിരക്കായിരിക്കും, അത്രയ്ക്ക് വർക്ക് ലോഡ് ഉണ്ടാവും. അപ്പോൾ രാവിലെ തൊട്ട് ഇങ്ങനെ സിസ്റ്റത്തിൻ്റെ മുമ്പിലിരുന്ന് ക്ഷീണിച്ച് ടയേർഡാകുമ്പോൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് എടുക്കാമെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെ ഇടയ്ക്ക് ചെറിയ കാറ്റൊക്കെയുള്ള സമയത്ത് വൈകുന്നേരം ഇതുപോലൊന്ന് ഗാർഡനിലോട്ട് ഇറങ്ങും. ഗാർഡൻ എന്ന് പറയാൻ അധികം വലിയ ചെടികളൊന്നും ഇല്ലെങ്കിലും എനിക്കുള്ള ചെടികളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ചെടികളാട്ടോ. എല്ലാം 1 by 1 ആയിട്ട് ഞാൻ തന്നെ നട്ട് വളർത്തി കൊണ്ടുവന്നതാണ്. അതിലെനിക്ക് പ്രിയപ്പെട്ട 1-2 ബോഗൺവില്ലാസ് ഉണ്ട്. കുറച്ച് ചെടികളെയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ചെടികളുടെ ഇടയ്ക്കൂടെ നടക്കുമ്പോൾ നമുക്ക് മൈൻഡും ഒരു എന്താ പറയുക, ഒന്ന് റിഫ്രഷ് ആകും. ആകെ മൊത്തം ഒരു ഹാപ്പിനെസ് വരും. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കെപ്പോഴും ഉള്ളൊരു ശീലം കേട്ടോ, എനിക്കൊരു വർക്ക് ചെയ്ത് ടയേർഡായി എന്ന് തോന്നുമ്പോൾ സിസ്റ്റത്തിൻ്റെ അടുത്തൊന്ന് പോയി ചെടികളുടെ ഇടയ്ക്കൊക്കെ ഒന്ന് റൗണ്ടൊക്കെ നടന്ന് എല്ലാത്തിൻ്റെ ഇടയ്ക്കൂടെ നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ പിന്നെ ഒരു സമാധാനമാണ്. എല്ലാ ദിവസവും അങ്ങനെയാണ് കേട്ടോ, അതൊരു ശീലമാക്കിയേക്കുക. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇതിലുള്ള ബോഗൺവില്ലാസിൽ നല്ല മജന്ത പോലത്തെ കളറും പിന്നെ ഒരു പീച്ച് ഷെയ്ഡും ആട്ടോ. പിന്നെ കുറേ ചെടികളുണ്ട് കേട്ടോ. റോസ് ഇപ്പോൾ കുറേ നാളായിട്ട് പൂവിടാണ്ടിരുന്ന് അതിനെ കെയർ ചെയ്യാതെ ഇരുന്ന് അതിപ്പോൾ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആമസോൺ ബ്ലൂ പ്ലാന്റും ഒക്കെ ഇപ്പം ഞാൻ തണ്ട് മുറിച്ച് നട്ടതാണ്. അപ്പോൾ അതിലുമൊക്കെ പൂവായി വരുന്നുണ്ടേ. പിന്നെ നമ്മുടെ കണിക്കൊന്നയില്ലേ, നിറയെ പൂത്ത് നിൽക്കും കേട്ടോ. ഇനിയിപ്പോൾ വിഷു ആകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല. ഇപ്പോഴത്തെ ഇതിങ്ങനെ പൂ പിടിച്ച് പറിക്കാൻ പാകത്ത് നിൽപ്പുണ്ട്. പക്ഷേ വിഷു ആകുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരും. സാധാരണ അങ്ങനെയാണേ. മാവിലൊക്കെ മാങ്ങ ഉണ്ടെങ്കിൽ ഇപ്രാവശ്യം ഉണ്ടല്ലോ ചാടിപ്പോകുവാണ്, എല്ലാം പുഴു പിടിച്ചിട്ട് ചാടിപ്പോകുന്നുണ്ട്. കുറച്ച് മാങ്ങ എങ്ങനെയെങ്കിലും പറിച്ചെടുക്കണം, നല്ലത് നോക്കിയുന്നുണ്ട്. പക്ഷേ ഇത്തിരി പൊക്കത്തിലാണ്. താഴത്തെ കമ്പുകളൊക്കെ ഈ പ്രാവശ്യം വെട്ടിയത് കാരണം പൊക്കത്തിലായിപ്പോയി. പിന്നെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് ചെടികൾ മുകളിൽ വെച്ചിട്ടുള്ള ലെൻഡാന ചെടികൾ, അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആ വൈറ്റ് മാത്രം ആദ്യമേ വെച്ചോട്ടോ. അപ്പോൾ അതിങ്ങനെ വള്ളി പോലെ വന്ന് കുറച്ച് തൂങ്ങിക്കിടക്കും. പക്ഷേ ബാക്കിയുള്ള യെല്ലോയും റെഡും കഴിഞ്ഞ ദിവസം വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വള്ളി പോലെ വന്നിട്ടില്ല. അത് നന്നായിട്ട് പിടിച്ച് വന്നാൽ നല്ല രസമായിരിക്കും. പിന്നെ നമ്മുടെ മതിലിന് വെളിയിലും ചെടികൾ ഞാൻ വെച്ചിട്ടുണ്ട്. ചെമ്പരത്തിയും പിന്നെ ചെത്തിയും അങ്ങനെ കുറച്ച് ചെടികളൊക്കെ യൂജീനിയൊക്കെ മതിലിന് വെളിയിൽ വെച്ചേക്കുന്നതാണ് നമ്മുടെ വഴിയിൽ. അതുപോലെ കുറച്ച് ചെടികൾ പറമ്പിലും ഉണ്ട് കേട്ടോ. തെങ്ങിൻ്റെ ചുറ്റിനും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കിട്ടണ സ്ഥലത്തൊക്കെ അങ്ങ് ചെടികൾ വെച്ച് പിടിപ്പിക്കുക.